വെച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പുന്നല്ലരിയുടെ ചോറ്. ഇത് നമുക്ക് തിരുവാതിരക്കൂട്ട് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഇതിലേക്ക് ഞാനിവിടെ 7 ടൈപ്പ് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തേക്കുന്ന വെജിറ്റബിൾസ് കുമ്പളങ്ങ എടുത്തിട്ട്, മത്തങ്ങ, ഉരുളൻകിഴങ്ങ്, കപ്പ, പിന്നെ കായ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. നമ്മൾ ബജിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കണ സോഫ്റ്റ് ആയിട്ടുള്ള ആ കായാണ് എടുത്തേക്കുന്നത്. പിന്നെ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്, കൊത്താമ്പരപ്പയർ എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും ഞാനിവിടെ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്തെടുക്കണ പോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് 1 കിലോ വെജിറ്റബിൾസ് ഉണ്ട്. ഇത് നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഈ വെജിറ്റബിൾസ് എല്ലാം കൂടിയിട്ട് വേവിക്കും. അത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും വേണം, ഉപ്പും വേണം. അതായത് ഈ വെജിറ്റബിൾസ് നന്നായിട്ടൊന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ചിട്ട് വാളംപുളി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട്. സാമ്പാർ പൊടി ഒന്നല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് പൊടിച്ച് നമുക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങാം. സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സാമ്പാർ പൊടി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടാണ് ഈ വെജിറ്റബിൾസ് നമ്മൾ വേവിച്ചിരിക്കുന്നത്. ഇതെല്ലാം ചേർത്തിട്ട് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങ വറുത്തത് ചേർക്കും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് വേണം, കറിവേപ്പില വേണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉഴുന്നെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ കായത്തിന്റെ പൊടി. കായത്തിന്റെ പൊടി ഞാനിവിടെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തേക്കുന്നതാണ്. അത് ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു സ്മെല്ലുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ തിരുവാതിരക്കൂട്ടാക്കാന്ന്. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ചേർക്കാം. ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട. ഈ കറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറിലല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, എന്നാൽ ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുകയില്ല. നമ്മൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കണ പോലെയാണ് ഈ കറി നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. വെജിറ്റബിൾസ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളം ചേർക്കണ്ട. ഇതിലേക്ക് നമ്മൾ ഈ പാത്രത്തിൻ്റെ ഒരു പകുതി വെള്ളം ചേർത്താൽ മതിയാവും. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മൂടി വെച്ചിട്ട് ഏറ്റവും ആദ്യം ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കുക. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളവും സാമ്പാർ പൊടിയും ചേർക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് തീ ഓണാക്കാം, പൊടി വയ്ക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം, ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഈ കഷ്ണങ്ങൾ വേകുമ്പോഴേക്കും ഇതിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. ഈ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കുക. ഈ തേങ്ങ നമുക്ക് ഒന്നല്ലെങ്കിൽ നല്ലെണ്ണയിൽ വറുത്തെടുക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം.
ഇതിലേക്ക് കടലപ്പരിപ്പ് ചേർക്കാം. ഈ കടലപ്പരിപ്പ് പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർക്കാം. കടലപ്പരിപ്പ് മുരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. നമുക്ക് കടലപ്പരിപ്പ് ഏറ്റവും ആദ്യം ചേർക്കാം. അപ്പോൾ കടലപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉഴുന്ന് ചേർക്കാം. ഈ ഉഴുന്നും നല്ലൊരു ഗോൾഡൻ കളറാവണം. ഇപ്പോൾ ഉഴുന്നും കടലപ്പരിപ്പും നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് വറുത്തെടുക്കാം. ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്നാണ് കരിഞ്ഞു പോകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് വറുത്തെടുക്കുക. അപ്പോഴായിരിക്കും ആ തേങ്ങയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ട് ആ വാളംപുളിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറണം. ഈ കറി ഞാനിവിടെ മൂടി വയ്ക്കുന്നില്ല. ഈ കറിയിലിപ്പോൾ കുറച്ച് ചാറ് കൂടുതലാണ്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ കറി നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് വാളംപുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. വാളംപുളിയുടെ വെള്ളമൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്തിട്ടുണ്ട്. വേവിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറുകിയ പോലെ ഇരിക്കണം. ഒരുപാട് വെള്ളം പോലെ ഇരിക്കുകയും ചെയ്യരുത്, ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യരുത്. ഇത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഈ കറി ഒന്ന് തിളപ്പിക്കാം. ഈ തേങ്ങ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ്ട, നല്ലൊരു ഗോൾഡൻ കളറായാൽ മതി. ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ കറിയിലേക്ക് സാമ്പാർ പൊടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഈ വറുത്ത് വെച്ചേക്കണ ഈ തേങ്ങ ആ കറിയിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഈ കറിക്ക് ശരിക്കും നമ്മുടെ എരിശ്ശേരിയുടെയൊക്കെ ഒരു ടേസ്റ്റാണിത്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണിത്.